അല്ല എവിടെ വീഴാനുള്ള സാധ്യതയില്ല. അവിടെയുള്ള ആൾക്കാരുടെ ഇത് കാണുമ്പോൾ നമുക്ക് തട്ടിക്കൊണ്ടുപോയതാണെന്നുള്ളൊരു ഒന്നിനും സഹകരിക്കുന്നില്ലല്ലോ. ഒരു കടക്കാരും സഹകരിക്കുന്നില്ല, ഒന്നിനും സഹകരിക്കുന്നില്ല. ഞാൻ കുട്ടികൾ എന്താ പറഞ്ഞ ആ സമയത്ത് അതായത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുന്നത്. മറ്റു ശബ്ദങ്ങളൊന്നും കേട്ടില്ല. പിന്നെ വേറൊരാൾ വന്നിട്ട് ഞങ്ങൾക്ക് സഹായത്തിന് എല്ലാവരും കൂടി അതിൽ മലയാളം കുറച്ച് അറിയാം. അപ്പം അതിൻ്റെ കൂടെ വേറെ ലേഡി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ലേഡീനെ പിന്നെ കണ്ടില്ല. പിന്നെ എന്നിട്ട് അയാൾ താഴത്തേക്ക് വന്ന് പോലീസ് സ്റ്റേഷനിൽ അവർ പിന്നെ വേറെ 3-4 പേര് കൂടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എല്ലാവരും സഹായിക്കുകയൊക്കെ ചെയ്തത്. ആ ലേഡി ഉണ്ടായിരുന്നൊക്കെ പിന്നെ എവിടെ പോയെന്ന് കണ്ടില്ല. പിന്നെ എവിടുന്നാ വന്നതെന്ന് അറിയില്ല ഇവർ. മലയാളം സംസാരിക്കുന്ന ലേഡിയാ? രണ്ടുപേരും മലയാളം കുറേശ്ശെ സംസാരിക്കും, നല്ല സംസാരിക്കില്ല. അവരോട് നിങ്ങൾ സഹായം ആവശ്യപ്പെട്ടു? അല്ല, അവർ പിന്നെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുക ചെയ്തത്. ഫുൾ ടൈം പോലീസ് സ്റ്റേഷനിലെല്ലാം സംസാരിക്കാനും നമുക്ക് കന്നഡ അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ പിള്ളേരെയൊക്കെ പിന്നെ ഇതാക്കുമ്പോൾ അതിനൊക്കെ സഹായിച്ചവർ. നിങ്ങളെപ്പോഴാണ് തിരിച്ചുവിടുക? ഞങ്ങളന്ന് പിന്നെ പോലീസിൽ അവിടെ ഞങ്ങളെല്ലാവരും പിന്നെ ഫോൺ നമ്പറും ആധാർ കാർഡൊക്കെ വാങ്ങി വെച്ച് ഞങ്ങൾ അന്ന് 7-ാം തീയതി രാത്രി 8-ാം തീയതി പുലർച്ചെ 3 മണിക്ക് അവിടെ നിന്ന് പോകുന്നത്. അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് തുടക്കത്തിൽ വീഴ്ച ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇവിടുന്ന് നല്ല സമ്മർദ്ദം പോയപ്പോൾ പിന്നെ